പാല് കഴിച്ചാൽ ക്യാൻസർ വരും, അതേപോലെ തന്നെ പഞ്ചസാര കഴിച്ചാൽ ക്യാൻസർ വരും, അതേപോലെ മൈദ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് മിത്തുകളുണ്ട്. ഇതൊന്നും കഴിച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ക്യാൻസറും വരാൻ പോകുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു വലിയൊരു ക്വാണ്ടിറ്റിയിൽ കഴിച്ച് വേറെ ഒരു സാധനങ്ങളും കഴിക്കാതെ ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ വരാം. ആക്ച്വലി ഒരു ഡെയിലി 1-2 ടീസ്പൂൺ ഈ പറയുന്നത് പോലെ പഞ്ചസാര കഴിച്ചു അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചു എന്നുള്ളതുകൊണ്ടൊന്നും ഇനി വല്ലപ്പോഴും പൊറോട്ട കഴിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ക്യാൻസർ ആക്ച്വലി ഉണ്ടാകുന്നത് സ്ട്രെസ്സ് മെയിൻ കോസ് അതാണ്. അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് ഇല്ലാതിരിക്കുക, എക്സസൈസ് ഇല്ലാതിരിക്കുക, അതേപോലെ തന്നെ ന്യൂട്രിയൻസ് അതായത് പോഷണമുള്ള ഭക്ഷണങ്ങളല്ലാതെ കാലറീസ് കൂടിയിട്ടുള്ള ജങ്ക് ഫുഡ്സും അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ആണ് ക്യാൻസറിനുള്ള മെയിൻ കാരണം. അല്ലാതെ ഈ ഓരോ മൈന്യൂട്ട് സാധനത്തിലൊന്നും ഈ പറയുന്ന പോലെ രീതിയിൽ ഒരു രീതിയിലുള്ള ഒരു സിംറ്റംസും അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എന്ത് സാധനവും നമുക്ക് കഴിക്കാം, പക്ഷെ അതൊരു പ്രോപ്പർ ടൈമിലായിരിക്കണം, അതുപോലെ ഒരു പ്രോപ്പർ ക്വാണ്ടിറ്റി ആയിരിക്കണം. അല്ലാതെ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഭക്ഷണം, പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസുകൾ, അതേപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ്, ഇതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ. അല്ലാതെ പാലും പഞ്ചസാരയും ഒന്നും അല്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇന്നത് കഴിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര കഴിച്ചാലെന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ കുറച്ച് പേർക്ക് ഈ ഇൻഫർമേഷൻസ് ഒന്ന് നിങ്ങളൊന്ന് അയച്ചു കൊടുത്തേരെ. ആ ഒരു മിത്തൊന്നും അങ്ങോട്ട് പൊളിയട്ടെ.